ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. ഈ സമയം ലങ്കയിൽ വളരെ സന്തോഷകരമായ സാഹചര്യമാണ് ഉണ്ടായത്. രാവണൻ എത്തിച്ചേർന്നു. ശൂർപ്പണഖയെ ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ രാവണൻ നിർദ്ദേശിച്ചു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ദ്രജിത്തിൻ്റെ വരവ്. ഇന്ദ്രജിത്ത് നിരവധി യാഗങ്ങൾ കഴിഞ്ഞു ധാരാളം വരപ്രസാദം നേടി ഇന്ദ്രജിത്ത് എത്തിച്ചേർന്നു. ധാരാളം വരപ്രസാദം ഭഗവാൻ ശ്രീ പരമേശ്വരനിൽ നിന്ന്. ഒരിക്കലും ഒഴിയാത്ത ആവനാഴി, അസ്ത്രങ്ങൾ ഒരിക്കലും ഒഴിയാത്ത ആവനാഴി ഇഷ്ടമായിരിങ്ങനെ വരും. അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി പുതിയ ധാരാളം ആശീർവാദങ്ങൾ, അനുഗ്രഹങ്ങൾ, വരപ്രസാദം ശ്രീ മഹേശ്വരിൽ നിന്നും ഇന്ദ്രജിത്ത് നേടിയെടുത്താണ് ഇന്ദ്രജിത്ത് വന്നത്. ഇന്ദ്രജിത്ത് വളരെ വലിയ സന്തോഷത്തിൽ, ഏത് യാഗം നടത്തുന്നതിനേക്കാളും വലിയ യാഗങ്ങൾ താൻ പൂർത്തിയാക്കി എന്നുള്ള നിലയിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് അവിടെ വന്ന് സ്വന്തം പിതാവിൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. രാവണൻ അത്യധികം സന്തോഷത്തോടുകൂടി ഇന്ദ്രജിത്തിനെ വാരിപ്പുണർന്നു, കെട്ടിപ്പുണർന്നു. ആ സമയം ശുക്രാചാര്യർ, ദൈത്യഗുരുവായ ശുക്രാചാര്യർ അവിടെ ഉണ്ടായിരുന്നു. ശുക്രാചാര്യർ വളരെ ആദരവോടെ ഇന്ദ്രജിത്തിൻ്റെ മഹത്വം രാവണനോട് പറയാൻ തുടങ്ങി. ഇന്ദ്രജിത്ത് ഇപ്പോൾ നേടിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, ഈ വരദാനം ലോകത്ത് നാളിതുവരെ ഒരു വ്യക്തിക്കും മഹേശ്വരനിൽ നിന്നോ ഏതെങ്കിലും ദേവന്മാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത വരപ്രസാദമാണ്. അമരനാകുന്നതിന് തുല്യമായുള്ള വരപ്രസാദമാണ് എല്ലാം ലഭിച്ചിരിക്കുന്നത്. ഇന്ദ്രജിത്തിനെ തോൽപ്പിക്കാൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയില്ല. ഇന്ദ്രജിത്തിനോളം കരുത്തുള്ള മറ്റൊരു വ്യക്തി സ്വർഗലോകത്തോ ഭൂലോകത്തോ പാതാളത്തിലോ ഏതെങ്കിലും ഇടത്ത് നമുക്ക് കണ്ടെത്താനാവില്ല. അശ്വമേധയാഗം അടക്കമുള്ള ഏത് യാഗങ്ങൾ നടത്തുന്നതിനേക്കാളും വലിയ യാഗങ്ങളിലൂടെയാണ് ഇന്ദ്രജിത്ത് ഈ കരുത്ത് നേടിയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ദൈത്യഗുരുവായ ശുക്രാചാര്യരുടെ മുഖത്ത് അഭിമാനവും സന്തോഷവും ഒക്കെ ഒപ്പം ബഹുമാനവും നിറഞ്ഞു നിന്നു. കാരണം ശ്രീ മഹേശ്വരൻ നേരിട്ട് ഇത്രയധികം വരദാനം കൊടുത്ത സംഭവം ശുക്രാചാര്യ വലിയ ആവേശപൂർവ്വമാണ്, വലിയ ഭക്ത്യാദരപൂർവ്വമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞു. രാവണൻ വളരെ സന്തോഷവാനായി. തൻ്റെ പുത്രൻ ലോകത്തെ ഏറ്റവും കീർത്തിമാനായ, ഏറ്റവും കരുത്തനായ വ്യക്തിയായി മാറിയല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇന്ദ്രജിത്ത് ലങ്കാപുരിക്കുള്ളിലേക്ക് കടന്നുപോയി. ആ സമയം പുഷ്പവിമാനത്തിൽ രാവണൻ കൊണ്ടുവന്ന സ്ത്രീകളെ അവിടെ ഇറക്കി. ഇത് കണ്ട് വിഭീഷണൻ വല്ലാതെ അസ്വസ്ഥനായി. വിഭീഷണൻ ചോദിച്ചു, എന്തിനാ ഈ വിധം സ്ത്രീകളെ, പതിവ്രതകളായ സ്ത്രീകളെ, കന്യകകളെ ഒക്കെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത്? ഈ പാപമൊക്കെ എങ്ങനെ തീരും? എന്തിനാണ് ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ചത്? എന്തിനാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത്?
ഇതൊന്നും ദശാനനൻ കേൾക്കുന്നതേയില്ല. വിഭീഷണൻ ഇവിടെ നിന്നിങ്ങനെ ഗദ്ഗതം പോലെ പറയുന്ന നിലയിൽ മാത്രമാണ് അത് കേട്ടത്. രാവണനോട്, ജ്യേഷ്ഠ, നിങ്ങളെന്തിനാണ് ഈ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവന്നത്? അപ്പം ചോദിച്ചില്ല, നേരിട്ട് മുഖത്തൊക്കെ ചോദിക്കുന്നില്ല. അവിടെ നിന്നിങ്ങനെ സ്ത്രീകളെ ഇറക്കി വിട്ടപ്പോൾ എന്തിനാണ് ഈ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവന്നതെന്ന് മാത്രം അവിടെ നിന്നിങ്ങനെ വിഭീഷണൻ ഗദ്ഗതം പോലെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചത്തിൽ രാവണനോട് പറഞ്ഞു, ജ്യേഷ്ഠ, നാം ഇങ്ങനെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു എന്നുള്ളതിൻ്റെ തിരിച്ചടിയായിരിക്കാം നമ്മുടെ സഹോദരി കുംഭസീനെ മധു എന്ന രാജാവിനോടൊപ്പം ഇറങ്ങിപ്പോയി. രാവണൻ നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു പെണ്ണ് ചാടിപ്പോവുകയാണ്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, കുംഭസീൻ എവിടുന്ന് പോകുമ്പോൾ നാമോ മേഘനാഥനോ ഇവിടെ ഉണ്ടായിരുന്നില്ല, ജ്യേഷ്ഠനുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് കുംഭസീനയ്ക്ക് ഇവിടുന്ന് പോകാൻ അവസരം കിട്ടിയത്. രാവണൻ പെട്ടെന്ന് രാവണൻ്റെ സ്വഭാവം മാറി. രാവണൻ ഇങ്ങനെ ഒന്ന് വിറയ്ക്കാൻ തുടങ്ങി. ലങ്കാപുരിയിൽ നിന്നും ദശാനൻ്റെ സഹോദരി കുംഭസീനെ ഒരാൾ തട്ടിക്കൊണ്ടുപോവുകയാണ്. അസംഭവ്യമായ കാര്യമാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ നാം സഹിക്കും? നാം ഇപ്പോൾ തന്നെ അവനെ വകവരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മധുവിൻ്റെ കൊട്ടാരത്തിലേക്ക് രാവണൻ സൈന്യസമേതം നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ രാവണൻ്റെ വരവ് ഏത് സമയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുംഭസീനയും മധുവും. രാവണനെ അനുനയിപ്പിച്ചില്ല എങ്കിൽ സംഭവിക്കാവുന്ന അപകടം കുംഭസീനയ്ക്ക് നന്നായിട്ടറിയാം. കുംഭസീനയുടെ ഇഷ്ടത്തോടുകൂടിയാണ് പോയത് എന്നുള്ളതാണ് വ്യക്തം. അതുകൊണ്ടാണല്ലോ കുംഭസീനയ്ക്ക് അറിയാവുന്നത്. അവിടെ രാവണൻ കവാടത്തിലെത്തിയ സമയത്ത് തന്നെ കുംഭസീന ഓടി വന്ന് രാവണൻ്റെ പാദങ്ങളിൽ വീണു. പാദങ്ങളിൽ വീണു പറഞ്ഞു, ജ്യേഷ്ഠ, പൊറുക്കണം, എനിക്കിവിടെ സർവ്വ സൗഭാഗ്യങ്ങളുമുണ്ട്. എൻ്റെ പ്രിയ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം വാങ്ങാൻ അവസരം കിട്ടിയില്ല. പിതാവിന് സമാനനായ പ്രിയ ജ്യേഷ്ഠ, എന്നെ അങ്ങ് വിധവയാക്കരുത്. രാവണൻ ഇങ്ങനെ ക്രോധം കൊണ്ടപ്പോൾ എന്നെ അങ്ങ് വിധവയാക്കരുത് എന്നിങ്ങനെ 3-4 പ്രാവശ്യം കുംഭസീന ആവർത്തിച്ചപ്പോൾ രാവണൻ്റെ ഒരു വിളിക്കവനെന്ന് പറഞ്ഞു. മധുവിനെ വിളിക്കവനെന്ന് പറഞ്ഞു. കുംഭസീന ഓടി അടുത്ത് ചെന്ന് മധുവിനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ ഏതാണ്ട് ആ ക്രൂരഭാവം മാറി നിൽപ്പുണ്ട്, ചെന്ന് ഭക്തി ബഹുമാനത്തോടുകൂടി സ്വീകരിച്ച് ആനയിക്കണം എന്ന് പറഞ്ഞു. മധു വളരെ ആദരപൂർവ്വം വന്ന് എല്ലാവിധ ഉപചാരങ്ങളോടും കൂടി രാവണനെ വണങ്ങി, പാദത്തിൽ നമസ്കരിച്ച് വണങ്ങി രാവണനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോയി. അപ്പോൾ രാവണൻ നോക്കുമ്പോൾ വളരെ മര്യാദക്കാരനും തന്നോട് ഭയഭക്തിയുമുള്ള ഒരു വ്യക്തിയാണ് മധു എന്ന് രാവണന് ബോധ്യപ്പെട്ടു. രാവണന് വളരെ സന്തോഷമായി. അപ്പോൾ രാവണൻ മധുവിനോട് ചോദിച്ചു, യുദ്ധകാര്യങ്ങളിൽ നിന്റെ നൈപുണ്യം എങ്ങനെയാണ്? അപ്പോൾ മധു പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏത് തലം വരെയും യുദ്ധം ചെയ്യാൻ
നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എന്നാൽ ദേവലോകത്ത് വീണ്ടും ദേവേന്ദ്രൻ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ദേവേന്ദ്രനെ നാം ഒരിക്കൽ പാഠം പഠിപ്പിച്ചതാണ്. നമുക്ക് ദേവേന്ദ്രനെ ഒന്ന് നേരിടാം, ദേവലോകത്തേക്ക് പോകാം, നീ കൂടെ വാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രാവണൻ ദേവേന്ദ്രനുമായി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് മനസ്സിൽ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. മധു രാവണനോടൊപ്പം പോകാൻ തയ്യാറായി. ഈ രാവണൻ വീണ്ടും ദേവലോകം ആക്രമിക്കുന്നു എന്ന വിവരം കിട്ടി ദേവേന്ദ്രൻ ആകെ ഭയന്നു. ദേവേന്ദ്രൻ ഓടി മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. വിഷ്ണുദേവനെ കണ്ടു, ഭഗവാനെ കണ്ടു. ദേവേന്ദ്രൻ അഭ്യർത്ഥിച്ചു. അപ്പോൾ വിഷ്ണുദേവൻ പറഞ്ഞു, ബ്രഹ്മദേവൻ്റെ ധാരാളം വരലബ്ധിയിൽ രാവണൻ ഇന്ന് വളരെ ശക്തനാണ്. ഇപ്പോൾ രാവണനെ തോൽപ്പിക്കുക ദേവേന്ദ്രന് അസാധ്യമായ കാര്യമാണ്. രാവണനെ ഇല്ലായ്മ ചെയ്യുവാൻ ഇപ്പോൾ സമയമായിട്ടില്ല. ആ സമയമാകുമ്പോൾ അത് നടക്കും എന്നിങ്ങനെ ദേവേന്ദ്രനോട് മഹാവിഷ്ണു പറഞ്ഞു. ഇത് പറഞ്ഞ് അഗസ്ത്യമുനി ഭരതൻ്റെ മുഖത്തേക്ക് നോക്കി.